everyone. Welcome to Vidya Classroom. എല്ലാവർക്കും വിദ്യ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയ്ക്കിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ഡോണ്ട് ഫോർഗെറ്റ്. നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ തയ്യാറാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ആദ്യമായി പറയുന്നത്. നമ്പർ 1, അഡ്മിറ്റ് കാർഡാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഒരു ഹാളിലേക്ക്, എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് അഡ്മിറ്റ് കാർഡ് വളരെ നെസസറി ആണ്, ഏറ്റവും അനിവാര്യമാണ്. അപ്പൊ അത് കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 2, ID പ്രൂഫ് ആണ്. സാധാരണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും പലരും വിട്ടുപോകുന്ന കാര്യമാണ് ID പ്രൂഫ്. ഒറിജിനൽ ആയിട്ടുള്ള ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, അതേപോലെ തന്നെ പാസ്പോർട്ട് എക്സെട്ര. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ അതിന്റെ പ്രൂഫിന്റെ ഐഡന്റിറ്റികൾ കാണാം, ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ ഇതിൽ നമ്മളെ അഡ്മിറ്റ് കാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം. നിങ്ങൾ കൊണ്ടുപോകുന്ന ഏതാണോ അഡ്മിറ്റ് കാർഡിന്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകുന്ന ID പ്രൂഫ്, ആ ID പ്രൂഫിന്റെ കൂടെ തന്നെ അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. മൂന്നാമതായി ബോൾ പെൻ. ഒരു 1-2 പേന നിങ്ങളുടെ കയ്യിൽ വെക്കാം. 2എണ്ണെങ്കിലും കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ, ജെൽ പെന്നുകളും മറ്റു പേനകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട 4ാമത്തെ കാര്യമാണ് COVID-19 ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രോട്ടോകോൾസുകൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മാസ്ക്, സാനിറ്റൈസർ ആണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സാനിറ്റൈസർ ബോട്ടിൽ വെക്കാം കയ്യിൽ. അതേപോലെ തന്നെ മാസ്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് തന്നെ കാണേണ്ടതാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എക്സാം സെന്റർ ആണ്. പലപ്പോഴും പല ആളുകൾക്കും എക്സാം സെന്റർ ഏതാന്ന് ഹാൾ ടിക്കറ്റിൽ കണ്ടാൽ അറിയാം, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് കൃത്യമായ ഒരു ധാരണ വെക്കാതിരിക്കുമ്പോൾ പലപ്പോഴും ടൈം പ്ലാനിങ് നഷ്ടപ്പെടാൻ കാരണമാകും. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ എക്സാം സെന്റർ എവിടെയാണ് എന്നത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യണം, അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ജില്ലയിൽ തന്നെ ആയിരിക്കാം കൂടുതലായിട്ട് എക്സാമിനേഷൻ നമ്മുടെ ജില്ലയിൽ തന്നെ ആയിരിക്കാം ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യണം. നിങ്ങൾക്കറിയാം, COVID-19 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ ട്രാവലിംഗ് പ്ലാൻ കൃത്യമാവണമെന്നില്ല. കാരണം പൊതുഗതാഗതങ്ങൾ പല സ്ഥലങ്ങളിലും റുട്ടീനായി വരാത്തവരുണ്ട്, പല റൂട്ടുകളും കറക്റ്റ് അല്ലാത്തവരുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുക. ഇനി പ്രൈവറ്റ് വെഹിക്കിളാണെങ്കിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മുടെ വീട്ടില് നമ്മുടെ അങ്കിൾസ്, നമ്മുടെ കുടുംബം ആരെങ്കിലും നമ്മൾ സ്വന്തമാണെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുക. സോ ദ ലാസ്റ്റ് വൺ, നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി നെസസറി, വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ 45 മിനിറ്റ്സ് ബിഫോർ നമ്മൾ അവിടെ എത്തിയിരിക്കണം. കാരണം നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് സംഭവിക്കാം. ചിലപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് കൃത്യമായി പ്ലാൻ ചെയ്താൽ അവിടെ എത്താൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അഥവാ 45 മിനിറ്റ്സ് എന്നതല്ല, വിത്തിൻ 1.5 hour, ഒരു 1.5 മണിക്കൂർ മുമ്പേ നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ സെന്റർ നമ്മൾ എത്തണം, അല്ലെങ്കിൽ അവിടെ എത്തുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഡോണ്ട് ഫോർഗെറ്റ് എന്ന് പറയുന്ന ഈ ഏരിയ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ അനിവാര്യമായി നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. ഇനി നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. എക്സാമിനേഷൻ ഹാളിന്റെ നമ്പറൊക്കെ നമ്മുടെ ഹാൾ ടിക്കറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിറ്റ് കാർഡിലെ നമ്പർ അനുസരിച്ച് നമ്മൾ നേരെ ഹാളിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 കാര്യങ്ങൾ പ്രധാനമായും ഇൻവെലിജേറ്റർ തരും. ആദ്യം ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യും. ഐഡന്റിറ്റികൾ, നമ്മുടെ പ്രൂഫുകൾ വെരിഫിക്കേഷൻ ചെയ്യും. അത് ക്ലിയർ ആണോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന 2 കാര്യം പലപ്പോഴും ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്ന കാര്യമാണ്. ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, രണ്ടാമത്തത് OMR ഷീറ്റുമാണ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുക. അപ്പൊ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, സെറ്റ് ABCD എന്ന് പറയുന്ന 4 സെറ്റ് ബേസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുക. നിങ്ങൾക്ക് ചിലപ്പോൾ A ആയിരിക്കും, ചിലപ്പോൾ B ആയിരിക്കും. അപ്പൊ അത് വെരിഫൈ ചെയ്യാനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിയ സെറ്റുകളൊക്കെ ഒരേ സെറ്റ് ആവുക എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ OMR ഷീറ്റിൽ
നമ്മൾ സെറ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ പാർട്ട് ബേസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കിട്ടുക. പാർട്ട് 1, 2, 3 അതായത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അതിന്റെ പാർട്ടിലുള്ള വിഷയങ്ങളൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടായിരിക്കും എന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ പറയാൻ കാരണം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ OMR ഷീറ്റിലേക്ക് കടക്കാം. OMR ഷീറ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് OMR ഷീറ്റുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം. സെറ്റ് എ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു, അവിടെ ഒരു ഗ്രീൻ മാർക്കിൽ ആരോ ചെയ്തിരിക്കുന്നത് സെറ്റ് എ ആണ്. അവിടെ BCD അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെഡ് മാർക്കിൽ അവിടെ ആരോ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത് 40. ഈ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും ഓരോ സമയത്ത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ OMR ഷീറ്റിൽ എഴുതേണ്ടത്. നമ്മൾ OMR ഷീറ്റിന്റെ ഏരിയ വരുന്ന സമയത്ത് ഇവിടെ 2 കോളങ്ങൾ വരുന്നത് ഒന്ന് സെറ്റ് ആണ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം റോൾ നമ്പർ അവിടെ എഴുതാം, പിന്നെ കാറ്റഗറി ഏതാണെന്ന് ചെക്ക് ചെയ്യാം, പാർട്ട് 1, 2, 3 ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കൃത്യമായിട്ട് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഡെമോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. സോ പിന്നെ ഇൻസ്ട്രക്ഷൻസ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങളിത് ഡീറ്റെയിൽ ആയി വായിക്കാനുള്ള ഇനഫ് സമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കുക, അതിന്റെ ക്രൈറ്റീരിയകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം അത് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് OMR ഷീറ്റ് ആണ്. പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പല വിദ്യാർത്ഥിനികൾക്കിടയിലും 1 or 2 മാർക്കിന് കാറ്ററ്റ് പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ട് കാറ്ററ്റ് 2 മാർക്കിന് 1 മാർക്കിന് പോയെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ബബിൾ ചെയ്തത് 2 ക്വസ്റ്റ്യൻ ആയി, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്കത് ബബിൾ ചെയ്യുമ്പോൾ വളരെ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരുപാട് കൺഫ്യൂഷൻസുകൾ കാണാൻ പറ്റും. അവിടെയാണ് OMR ഷീറ്റ് വളരെ കൃത്യമായി ഫിൽ ചെയ്യുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന OMR ഷീറ്റിൽ പ്രധാനമായും വരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഈ ഒരു കോപ്പിയിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ആണ്. നിങ്ങളുടെ പേര് കൃത്യമായി എഴുതുക. ചില ആൾക്കാർ പേര് എഴുതുന്ന സമയത്ത് അവർ ചില പേരുകൾ അവർക്ക് മനസ്സിലാവും, നമ്മുടെ പേര് തന്നെ ആയിരിക്കും, പക്ഷെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് കൂടുതലായിട്ട് എക്സ്ട്രാ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ ഇത് പല കാര്യങ്ങൾ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് അങ്ങനെ കുറെ വിഷയങ്ങൾ ബ്രാക്കറ്റ് അറിയാതെ ഇട്ടുപോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്പെല്ലിംഗ് തെറ്റിയിട്ട് നമ്മൾ അത് ജസ്റ്റ് വരച്ചിട്ട് പിന്നെ വേറെ എഴുതുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അവനവന്റെ പേരാണ്. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് വെരി മസ്റ്റ്, വളരെ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ അതിൽ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു കോളം സ്പേസ് ഇട്ടതിന് ശേഷം അപ്പുറത്ത് നമുക്ക് എഴുതാവുന്നതാണ്. സോ അതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം റോൾ നമ്പർ ആൻഡ് ബുക്ക്ലെറ്റ് നമ്പർ ആണ്. ഫസ്റ്റ് വൺ റോൾ നമ്പർ പറയാം. റോൾ നമ്പർ നിങ്ങൾ എഴുതുന്ന സമയത്ത് റോൾ നമ്പർ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് റോൾ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ റോൾ നമ്പർ തന്നെയാകണം അവിടെ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഴുതുന്ന റോൾ നമ്പർ ഏകദേശം 6 അക്കങ്ങൾ ഉള്ളതാണ്. അപ്പോൾ 6-2 ഫസ്റ്റ് തുടക്കമെങ്കിൽ 6 എന്ന് നിങ്ങൾ ആ ഒരു കോളത്തിൽ, അത് ഒഴിഞ്ഞിരിക്കുന്ന കോളത്തിൽ എഴുതി താഴെയുള്ള 0 to 9 വരെയുള്ള അക്കങ്ങൾ എഴുതിയെടുത്ത് 6ാമത്തെ കോളത്തിൽ നിങ്ങൾ അത് ബബിൾ ചെയ്യണം. ബബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബബിളിങ് കൃത്യമാവണം, കൃത്യമായി തന്നെ ബബിൾ ചെയ്യണം. എന്നത് മാത്രമല്ല ആ 6ൽ തന്നെ കൊണ്ടുപോയി നിങ്ങൾ ബബിൾ ചെയ്യണം. ചിലര് 6 എഴുതിയിട്ട് 5 കൊണ്ടുപോയി ബബിൾ ചെയ്യും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി അവിടെ റോൾ നമ്പർ മിസ്റ്റേക്ക് ആവും. അതൊരു പക്ഷേ നിങ്ങളുടെ എക്സാമിനേഷനെ നല്ലവണ്ണം ബാധിക്കും. അത് അതിന്റെ വാല്യുവേഷനുകളെയൊക്കെ കൃത്യമായി ബാധിക്കാൻ കാരണമുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുക്ക്ലെറ്റ് നമ്പർ ആണ് രണ്ടാമത്തെ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ള കാരണം അതിലുള്ള ബുക്ക്ലെറ്റ് നമ്പർ നമ്മൾ നേരത്തെ റെഡ് സീരീസിലെ റെഡ് ആരോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു. അവിടെ അതേ നമ്പർ തന്നെ നിങ്ങൾ എഴുതി വെക്കുകയും അതിലടിയിൽ അതേപോലെ തന്നെ നമ്പറിന്റെ ഇപ്പൊ 4 ആണെങ്കിൽ ആ 4 അവിടെ എഴുതി ആ 4ൽ തന്നെ നമ്മൾ ബബിൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാരും മിസ്റ്റേക്ക് ആക്കരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വേറെ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഇൻവെലിജേറ്റേഴ്സ് സാധാരണ തരാറില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വരുന്ന ഒരു ഏരിയ ആണ് നിങ്ങളുടെ OMR ഷീറ്റ് വരുന്ന സെറ്റ് ഏതാന്നുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പർ, പാർട്ട് 1, 2, 3 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എ ആണോ? 3ഉം എ ആണെങ്കിൽ
എ ആണ് നമ്മുടെ സെറ്റ്. അപ്പൊ ABCD മിക്സ് ആയിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് പിന്നെ അത് എടുത്തു വെക്കരുത്. നിങ്ങൾ ഇൻവെലിജേറ്ററോട് പറയണം എന്റെ സെറ്റ് ഡിഫറെന്റ് ആണ്, അപ്പോൾ ഡിഫറെന്റ് ആയ സെറ്റ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. ഒരേ സെറ്റ് ആയിരിക്കണം നിങ്ങളുടെ 3 പാർട്ടും എന്നതാണ്. മാത്രമല്ല ആ സെറ്റ് നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം. അഥവാ എ എന്നുള്ളിടത്ത് നിങ്ങൾ ബബിൾ ചെയ്താൽ മതി. എന്നിട്ട് ആ വലിയ സ്ക്വയറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എ എന്ന് പറയാം, എഴുതുക. സോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 കാര്യം, കാൻഡിഡേറ്റ് സിഗ്നേച്ചറും ഇൻവെലിജേറ്റർ സിഗ്നേച്ചറുമാണ്. പലപ്പോഴും ചില ആൾക്കാർ നേരെ ഇൻവെലിജേറ്റർ സിഗ്നേച്ചറിന് പോയിട്ട് സൈൻ ചെയ്യും. എന്നിട്ട് ഇൻവെലിജേറ്റർ ചോദിക്കും ഇതെന്താ ഇവിടെ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അവരുടെ പിന്നെ അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ കൊടുക്കുക. അവർ പിന്നെ നമ്മളടുത്ത് വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അവര് സിഗ്നേച്ചർ അവർ ഇട്ട് തരും. അത് ശ്രദ്ധിച്ചാൽ മതി. സോ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ OMR ഷീറ്റിന്റെ മെയിൻ പാർട്ടുകളൊക്കെ നമ്മൾ എഴുതി. ഇനി നമ്മൾ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് 3 എന്ന് പറയുന്നിട്ട് ഇങ്ങനെ ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാം. വ്യത്യസ്തമായിട്ട് 1, 2, 3, 4 കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അത് ചിലത് നിങ്ങളുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോൾ മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മറ്റ് നിങ്ങളുടെ കാറ്റഗറി 4 ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 3യുടെ സബ്ജക്ട് ഏതാണോ അതിനനുസരിച്ചൊക്കെ ചൂസ് എന്ന് പറയുന്ന എനി വൺ എന്ന് പറയുന്ന ഏരിയകൾ ഉണ്ടാകും. അത് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് തന്നെ മാർക്ക് ചെയ്യുക, മറ്റുള്ള കാറ്റഗറിയുടെ എഴുതാൻ പാടില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പാർട്ട് 1, 2 എന്നുള്ള ബേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന്. സോ അതിനുശേഷം നിങ്ങൾ എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. ബെല്ലടിച്ചു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആരും പൊട്ടിച്ചു നോക്കരുത്. അത് സീൽ ഉണ്ടാകും. നമുക്ക് സമയം തരുന്ന സമയത്ത് നമ്മളത് പൊട്ടിച്ച് നമ്മൾ എക്സാമിനേഷൻ എഴുതാം. ഈ എക്സാമിനേഷൻ എഴുതുമ്പോൾ പലപ്പോഴും പലരുടെയും തെറ്റുന്ന കാര്യമാണ് റോങ് മെത്തേഡ്, ബബിൾ ചെയ്യുന്നിടത്തുള്ള റോങ് മെത്തേഡ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ബബിൾ ചെയ്യുമ്പോൾ 4ൽ 2ഉം നിങ്ങൾ ബബിൾ ചെയ്താൽ നിങ്ങളത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ചിലർ ബബിൾ ചെയ്യാതിരിക്കും, അക്സെപ്റ്റ് ചെയ്യില്ല. ചിലർ കുറച്ച് ഇങ്ങനെ ബബിൾ ചെയ്യും, കുറച്ച് കഴിയില്ല, പകുതി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ റോങ് മെത്തേഡുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കറക്റ്റ് ചെയ്യുക, കുറെ സമയം എടുക്കരുത് അതിൽ. ചില ആൾക്കാർ ഇങ്ങനെ ഷാഡോ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കുറെ സമയം പോയി, അങ്ങനെ സമയം പോകാൻ നമുക്ക് ഒരിക്കലും അനുവദിക്കുകയില്ല എന്നതാണ്. സോ കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലാണ് കറക്റ്റ് മെത്തേഡ് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതാണ് ബോൾ പെൻ എന്ന് പറയുന്നത്. മറ്റു പേനകളാകുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധാ പേനകൾക്കാണ് ബോൾ പെൻ എന്ന് പറയുക, വേറെ ഒന്നുമല്ല. സാധാരണ ഉപയോഗിക്കുന്ന നമ്മൾ 3 രൂപന്റെ 5 രൂപന്റെ ഒക്കെ പേനകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ടത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. ടൈം നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് സമയമില്ല സർ, അവസാന സമയത്ത് ഒരു 5 മിനിറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കും ഇൻവെലിജേറ്റേഴ്സിനോട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് സാധാരണ പരീക്ഷ പോലത്തെ ഒരു പരീക്ഷയല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. 150 ക്വസ്റ്റ്യൻസ്, 150 മിനിറ്റ്സ്, 150 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, 150 മിനിറ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയം 60 സെക്കൻഡ്സ് ആണ്, 60 സെക്കൻഡുകൾ മാത്രമാണ്. മാത്തമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കൂടുതലായിട്ട് സമയം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ഏരിയകൾ കുറച്ച് സ്പീഡിൽ ചെയ്യുകയും മാത്തമാറ്റിക്സ് സമയം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യണം. അല്ല എങ്കിൽ നമുക്ക് കുറെ സമയം കുറെ അങ്ങോട്ട് നോക്കി കുറെ ഇങ്ങോട്ട് നോക്കി കുറെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന നിലക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം എന്നുള്ളതാണ്. അൺനോൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, ആകെ വെറീഡായി, എന്താ ചെയ്യുക, എനിക്കിത് അറിയില്ലല്ലോ, ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചു പക്ഷെ ഓർമ്മയിൽ വരുന്നില്ല. സോ റൗണ്ട് ഇറ്റ്, നിങ്ങൾ അവിടെ റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് വെറീഡ് ആവാതെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യനുമായി മുന്നോട്ട് പോവുക. ക്വസ്റ്റ്യൻ മുന്നോട്ട് പോയി അവസാനം 150 ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം 5 or 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ റൗണ്ട് ചെയ്തത് റീചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്തത് വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് കൃത്യമാക്കി ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ക്ലിയർ ആവും. ചില ആൾക്കാർ എന്താ വെച്ചാൽ കുറേ ടിക്കറ്റ് പോകും, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ടിക്കറ്റ് പോയി അവസാനം ബബിൾ ചെയ്യും. അങ്ങനെ അവസാനം ബബിൾ ചെയ്യണ പലരുടെയും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അത് നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ സൂക്ഷ്മത പുലർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അൺനോൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് വെറീഡ് ആവരുത്. അത് നമ്മുടെ എക്സാമിനേഷനെ പൂർണ്ണമായും ബാധിക്കും, അത് നിങ്ങളെ മാനസികമായി തളർത്തും എന്നതാണ്. സോ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നെഗറ്റീവ് മാർക്ക് എന്ന്, ചില ആൾക്കാർ പറയും എനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും. നിങ്ങൾ അതിൽ വെറീഡ് ആവരുത്. നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയില്ല, ഒരു 150ൽ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ 20യും നിങ്ങൾ അത് കറക്കി കുത്തുക എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം 20ൽ 5 എണ്ണമെങ്കിലും ശരിയാകാം. നമുക്ക് മേ ബി പറയാൻ പറ്റുമല്ലോ,
അപ്പൊ നെഗറ്റീവ് മാർക്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം പ്രധാനമായും ശ്രദ്ധിക്കുക. ദ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ചെക്ക് ഓൾ എന്നതാണ്. നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ് എന്ന് അവസാനം നോക്കുക. ബബിൾ ചെയ്തെടുത്ത് പ്രശ്നമുണ്ടോ, ഹോൾ ടിക്കറ്റ് നമ്പർ തെറ്റുണ്ടോ, അഡ്മിറ്റ് കാർഡ് നമ്പർ തെറ്റുണ്ടോ, ബുക്ക്ലെറ്റ് നമ്പർ തെറ്റുണ്ടോ, ഞാൻ എഴുതിയ പിന്നെ ഹോൾ ടിക്കറ്റിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ OMR ഷീറ്റിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ബബിൾ ചെയ്തതെല്ലാം കൃത്യമായി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അറ്റ് ലാസ്റ്റ് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ലീവ് ദ എക്സാം ഹാൾ വിത്ത് ഫുൾ ഓഫ് ഹാപ്പിനെസ്. വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഹാപ്പിയോട് കൂടി. ഞാൻ ഒരിക്കലും ഇനി കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ എഴുതില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി, കാരണം എനിക്കിത് ക്വാളിഫൈ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി, സമാധാനത്തോടു കൂടി നിങ്ങൾ എക്സാമിനേഷൻ ഹാൾ വിടുക എന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിദ്യാ ക്ലാസ് റൂമിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.